രണ്ടാളും കൂടിയും പൊരിഞ്ഞ കണ്ണാടി നോക്കലാണ് കേട്ടോ. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് മലപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ആദർശിന് മലപ്പുറത്തുള്ള കാലാവധി കഴിഞ്ഞു, പാലക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ്. ആദ്യം ഞങ്ങൾ അവിടുത്തെ ഹലാമളിലത്തെ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ കയറിയത്. കാരണം രാവിലെ ഒന്നും ഫുഡ് കഴിക്കാണ്ടാണ് കയറിയത്. അപ്പം നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. അതുകൊണ്ട് പോയി കുറച്ച് ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു. വെറും വയറ്റിൽ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും വിശക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാക്സിലേക്കാണ് കേട്ടോ പോയത്. മാക്സിലാണ് ആദർശ് വർക്ക് ചെയ്യുന്നത്. അവൻ അവിടുത്തെ മാനേജറാണ് കേട്ടോ. അപ്പോൾ അവിടെ ബൈ ടു ഗെറ്റ് വൺ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മേടിച്ച ഫുഡൊക്കെ കഴിക്കണ്ടേ. അവിടെ കുറേ സ്ഥലം നോക്കി. ലാസ്റ്റ് ഫുഡ് കോർട്ട് തുറന്ന ടൈമിൽ നമ്മൾ വേഗം അവിടെ പോയി. അപ്പം പിന്നെ ഈ ഫുഡല്ല, അവിടുന്ന് വേറെ ഫുഡ് മേടിക്കാൻ വിചാരിച്ചു. അങ്ങനെ അവിൽ മിൽക്കും ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ പുത്തനത്താണി ജീവിതത്തിനോട് ബായ് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്കായിരുന്നു ട്രെയിൻ, ഒരു 3 മണിയൊക്കെ ആയിരുന്നു. സച്ചുവിനും അമ്മയ്ക്കും റെയിൽവേ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ മടിയുള്ളത് കാരണം അവരത് കൂടെ നടന്നിട്ടാണ് കേട്ടോ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ട്രെയിൻ നല്ല സ്പീഡിൽ വരുമ്പോൾ അമ്മ കൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെങ്ങാനും കയറ്റാണ്ട പോകുക വെച്ചിട്ട് ആള് കയറാണ്ടെന്ന് പറഞ്ഞ പോലെ കേട്ടോ കൈ കാട്ടിയിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ തീരെ തിരക്കില്ലാത്തതുകൊണ്ട് ഓരോന്നും ഓരോ തലക്കിലാട്ടോ പോയിരിക്കണത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.